എന്റെ മണി വെള്ളത്തിൽ പോയി, അത് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജലദേവത വെള്ളത്തിലേക്ക് പൊങ്ങിയത് ഒരു സ്വർണ്ണ കോടാലിയുമായിട്ടാണ്. ചോദിച്ചു, ഇത് നിന്റെ കോടാലിയാണോ? അയാൾ പറഞ്ഞു, ഇതെന്റെ കോടാലിയല്ല, സ്വർണ്ണ കോടാലി എന്റെ അല്ല. വീണ്ടും പൊങ്ങി വെള്ളിക്കോടാലിയുമായിട്ട് വന്നപ്പോഴും ഈ മനുഷ്യൻ പറഞ്ഞു, മരമെട്ടുകാരൻ പറഞ്ഞു, ഇതെന്റെ കോടാലിയല്ല. അവസാനം മൂന്നാമത്തെ പ്രാവശ്യം ജലദേവത പൊങ്ങിയപ്പോഴും കയ്യിൽ ഉജ്ജനൽ കോടാലി, ഇരുപ്പിന്റെ കോടാലി. അയാൾ പറഞ്ഞു, ഇത് എന്റെ കോടാലിയാണ്. അപ്പോൾ ജലദേവതയ്ക്ക് വളരെ സന്തോഷമായി. അയാൾ എന്ത് ചെയ്തു? ആ 3 സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഈ അയാളുടെ മണ്ണും എന്ത് ചെയ്തു? ആ കോടാലി ഇയാൾക്ക് തിരികെ കൊടുത്തു. ഇയാൾ വളരെ സന്തോഷത്തോടെ വീട്ടിൽ ചെന്നു, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അവരുടെ ജീവിതം വളരെ സാവകാശം മെച്ചപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അയാളും ഭാര്യയും കൂടി നദിയുടെ കരയിലൂടെ നടന്നു. അപ്പോൾ ഭാര്യ നദിയിൽ വീണു, വെള്ളത്തിൽ വീണു. ഇയാൾ ഉടനെ തന്നെ കരഞ്ഞു വിളിച്ചു, പ്രാർത്ഥിച്ചു. ജലദേവത പ്രത്യക്ഷപ്പെട്ടു. പ്രശ്നം ചോദിച്ചപ്പെട്ടു, എന്റെ ഭാര്യ വെള്ളത്തിൽ പോയിട്ടുണ്ട്, രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ പൊങ്ങി വന്നത് ഐശ്വര്യമായിട്ടാണ്. ഇയാൾ ചോദിച്ചു, ഇത് നിന്റെ ഭാര്യയാണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതെന്റെ ഭാര്യയാണ്. അപ്പോൾ ജലദേവതയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. നിന്റെ സത്യസന്ധതയെല്ലാം പോയിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്റെ കോടാലി പോയ സമയത്ത് ആദ്യം എടുത്തു തന്നത് സ്വർണത്തിന്റെ കോടാലിയാണ്. അതേപോലെ ഞാനിത് എന്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും പൊങ്ങും. പിന്നീട് പൊങ്ങി വരുന്നത് കാവ്യമാധവനുമായിട്ടായിരിക്കും. അപ്പോഴും ഞാൻ എല്ലാവരും പറഞ്ഞാൽ നിങ്ങൾ എന്റെ ഭാര്യയുമായിട്ട് വീഴും. എന്നിട്ട് ഇത് 3 നീ എടുത്തോ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ